അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഒരു മെഡിക്കേഷൻസ് തന്നു. ആദ്യത്തെ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അത് അന്നേരം എടുക്കാനല്ല, നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ബോഡി പഴയ രൂപത്തിലേക്ക്, ഈ മെഡിക്കേഷൻ എടുക്കുമ്പോൾ പഴയ രൂപത്തിലേക്ക് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് 99% ഉറപ്പിക്കാം ഈ ഒരു അസുഖമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു മെഡിസിൻ തന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അന്ന് തന്നെ അതിൻ്റെ അകത്ത് പുറകിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. കാരണം അദ്ദേഹം തന്നെ ആ സമയത്ത് രാത്രി ആയിരുന്നു, ഏകദേശം രാത്രിയായി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ആ ടെസ്റ്റ് കേരളത്തിൽ ചെയ്യുന്നതല്ല, വെളിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കൊടുത്തു വിടുകയും ചെയ്യണം ബ്ലഡും. അന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം തന്നെ ഒരു ലാബിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ബ്ലഡ് കൊടുത്തു. അന്ന് രാത്രി തന്നെ ഞാൻ മെഡിസിൻ എടുത്തു. പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റത് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് മാറിയിട്ട് ഫുള്ളി ഒരു ഓക്കെ ആയിട്ടാണ്. അത് പെർമനൻ്റ്ലി നമുക്ക് മാറുമെന്നല്ല, പക്ഷെ ആ മെഡിക്കേഷൻ നിലനിൽക്കുന്നിടത്ത് ആ ഒരു ടൈമോളം നമുക്ക് ആ ഒരു വീക്ക്നെസ് ഒക്കെ മാറി നമ്മളൊന്ന് സ്റ്റേബിൾ ആകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ റിപ്പോർട്ടും വന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടും കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് ഏറ്റവും നല്ലൊരു ഇടത്തേക്ക് തന്നെ റെഫറൻസ്, അതായത് നമ്മുടെ ഈ ഒരു രോഗത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കേരളത്തിലെ ശ്രീചിത്ര ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഗോൾഡ് മെഡൽ നേടിയ ഡോക്ടറുണ്ട്, ഡോക്ടർ ശ്രുതി എസ് നായർ. അപ്പം മേഡത്തെ തന്നെ റെഫർ ചെയ്ത് തന്നു. മേഡത്തെ കിട്ടിയതും നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം വളരെ നന്നായിട്ട് ഹമ്പിളോടെ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടും എല്ലാ കാര്യങ്ങളും അവിടെ അപ്പോയിൻമെന്റ്സ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അതിനുവേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമുക്ക് അവരുടെയും നല്ലൊരു മേഡത്തെ കിട്ടി. അവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടെയും ആദ്യം തൊട്ട് തന്നെ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തതിൽ നിന്ന് ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ മൈസ്തീനിയ ഗ്രാവിസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നു. പക്ഷെ എൻ്റെ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ സ്ട്രെയിൻ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. കാരണം എനിക്കറിയത്തില്ലായിരുന്നു ചൂട് ഇതിനൊരു പ്രശ്നമാണെന്ന്. എക്സ്ട്രീം ഹോട്ടും എക്സ്ട്രീം കോൾഡും നമ്മളെ തളർത്തുന്നതാണെന്നും എനിക്കത്ര അറിയില്ലായിരുന്നു. അപ്പം ഞാൻ നല്ല ചൂടത്ത് നടക്കുമായിരുന്നു, നന്നായിട്ട് നടക്കുമായിരുന്നു. എനിക്ക് തോന്നിയത് നടന്നപ്പം ചൂട് കാരണം കിതയ്ക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ശരിക്കും ഈ ഒരു അസുഖത്തിന് അത് പാടാണ്. പക്ഷെ അതെന്റെ അറിവില്ലായ്മ പോലെ സംഭവിച്ച ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ആദ്യം കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നതും എൻ്റെ കുറച്ച് നാളത്തെ ഇത് കാരണം അതിൻ്റെ ഇടയ്ക്ക് മെഡിക്കേഷൻ സ്കിപ്പായി. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ചില അറിവുകേടുകൾ കാരണം എൻ്റെ രോഗം നല്ല രീതിയിൽ മൂർച്ഛിക്കാനിടയായി. 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ക്രൈസിസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോയി. ഇപ്പം 2 ഇയേഴ്സിൽ ഒരു 4 ടൈംസ് ഞാൻ ടോട്ടലി ക്രൈസിസ് അനുഭവിച്ചറിഞ്ഞു. ക്രൈസിസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിലെ എന്താ പറയുന്നത്, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തില്ല. മീനെ പിടിച്ചിട്ട് കരക്കിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ നമ്മൾ കിടന്ന് പിടയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ അപ്പോഴൊന്നും മനസാന്നിധ്യം വിടാതെ നമ്മൾ അവിടെ നിന്നതുകൊണ്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നുള്ള സപ്പോർട്ടാണേലും ഫാമിലി സപ്പോർട്ടാണേലും ഫ്രണ്ട് സർക്കിൾ ആണേലും എല്ലാം ഒരു വലിയ സർക്കിൾ നമുക്കുണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. ഇപ്പം പ്രാർത്ഥനയിൽ കൂടിയാണേലും അല്ലാതെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒരു നല്ല സർക്കിൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കുറേ നല്ല പോസിറ്റീവായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പം ജോലിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ അവിടേക്കും നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അധികം ജോലി ചെയ്യിക്കാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ഫയൽ വർക്ക് മാത്രമാക്കി വെച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ, അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് അങ്ങനെയൊക്കെ കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അതില്ലാതെ അനുഭവിക്കുന്നവരുണ്ട്. ഒരു ജോലി തന്നെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പം അതെനിക്കറിയാം, അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഏത് അവസ്ഥയിലായിരുന്നാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ നിലനിർത്തുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റാത്തടത്തേക്ക് ഒരുപാട് നമ്മളത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിൽ നമ്മുടെ കിടക്കയിൽ കിടന്നായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണും. അപ്പൊ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യുക. എന്താണ് എന്നെക്കൊണ്ട് ഈ നിമിഷത്തിൽ പറ്റുന്നതെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ കാര്യമായിരുന്നു. 3 കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പം അതിൽ ഒരെണ്ണം ഏറ്റവും ചെറിയ കുഞ്ഞാനെയാണ്.
അപ്പോൾ അതിൽ രണ്ടാമത്തെ ആളിനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇടയായിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു സമയത്ത് ഒരു ട്രോമയുണ്ടായിരുന്നു. ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടി. കാരണം നാളുകൾ നമുക്ക് ബെഡിൽ തന്നെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും മോശം സ്റ്റേജൊക്കെ അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർക്കൊരു ട്രോമയുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ അനങ്ങാതെ കിടക്കുമ്പം, വയ്യാതെ കിടക്കുമ്പം എൻ്റെ അടുത്ത് വന്നിട്ട് കുലുക്കിയൊക്കെ നോക്കിയിട്ട് സ്റ്റിൽ അമ്മ അലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് പെയിൻഫുള്ളുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഞാൻ ഇന്നിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അന്ന് നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പം ചെറിയ പെയിനൊക്കെ തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെറിയ പെയിൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ ബാക്കിയെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ്. അത് എപ്പോഴും അങ്ങനെയാണ്. കാരണം ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടവർ നമ്മളാണ്. അപ്പം നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ തനിയെ സ്ട്രോങ് ആയിക്കോളും. അപ്പം ഇത്രയും വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫ് ജേർണി പറഞ്ഞ് നിർത്തുകയാണ്. വേറെ കുറേയൊക്കെ പറയണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇപ്പോഴും സർവൈവ് ചെയ്യുന്നു, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കറിയാം ഒന്നിനും തോറ്റു കൊടുക്കാൻ കഴിയില്ല എന്നല്ലേ, ഒന്നിനും തോറ്റു കൊടുക്കില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതും, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. നമുക്ക് ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഡിഫിക്കൽറ്റീസ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനെയുള്ള അസുഖമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ദം. കാരണം അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് മോശമാണ്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെയല്ല. നമ്മൾ നന്നായി ജീവിച്ച ഒരാൾക്ക്, പെട്ടെന്ന് ഓടി നടന്ന ഒരാൾക്ക്, അല്ലെ എന്തെങ്കിലും ചെയ്ത ഒരാൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക, അവർക്ക് അവരുടെ കാര്യം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുക, അല്ലെ അവർക്ക് ഇപ്പോൾ ഒരു മെഡിസിൻ മേടിക്കാൻ തന്നെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് പെയിൻഫുള്ളുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരുടെ അവസ്ഥകൾ അറിഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പ്രയോജനകരമാകുന്ന ആളുകൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പറയാം. അതുപോലെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. എന്തായാലും തുടർന്ന് മുന്നോട്ട് നമുക്ക് ജേർണി കാണാം.